ദൈവത്തെ ദർശിക്കുവാൻ ഈ കുരിശിലൂടെ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ കുരിശിലൂടെ ദർശിക്കുവാൻ നമുക്ക് കഴിയണം. ആവർത്തിക്കട്ടെ, പത്രോസ്ലീഹ തന്നെയാണ് അത് മാതൃക. പത്രോസ്ലീഹ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുകയാണ്. മരണശിക്ഷ പത്രോസിന് വിധിച്ചു. പത്രോസ് പറയുകയാണ്, എന്നെ തല കീഴായി ക്രൂശിക്കുക. ഭാഗ്യവാനും പരിശുദ്ധനുമായ വട്ടശ്ശേരി മാർ ദിനദാസിയോസ് തിരുമേനിയുടെ മതോപദേശ സ്ഥാനം എന്ന പുസ്തകത്തിലാണ് പത്രോസിന്റെ ഈ സാക്ഷ്യത്തെ പറ്റി വ്യക്തമായിട്ട് പറയുന്നത്. കുരിശിനെ പറ്റി വ്യക്തമാക്കുമ്പോൾ വട്ടശ്ശേരി മാർ ദിനദാസിയോസ് തിരുമേനി ആ പരിശുദ്ധ പിതാവ് പറയുകയാണ്, കുരിശിനെ ചുംബിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത് പത്രോസ്ലീഹയാണ്. തലകീഴായി ക്രൂശിക്കുമ്പോ എന്റെ നാളന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കാമെന്ന് തയ്യാറെടുത്തുകൊണ്ട് ആ കുരിശിനെ ചുവട്ടിൽ ചുംബിച്ചുകൊണ്ട് മരിക്കുവാൻ തയ്യാറായ പത്രോസ്ലീഹയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും ഈ കുരിശുവന്ദനത്തിന്റെ അടിസ്ഥാനമായ പ്രമാണത്തിന്റെ പിന്നിലുള്ള ശബ്ദം. ഇത് വിമാനാഥനയല്ല എന്ന് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പത്രോസ്ലീഹ ക്രിസ്തു മരിച്ച കുരിശിലല്ല ക്രൂശിക്കപ്പെട്ടത്. കുരിശിന്റെ രൂപത്തിലുള്ള എന്തെങ്കിലും ചുവട്ടിൽ ചുംബിച്ചാൽ അതെന്റെ നാളന്റെ പാദപീഠമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് പത്രോസ്ലീഹയാണ്. ഈ കുരിശിന്റെ ചുവട്ടിലേക്ക് വന്ന് ചുംബിക്കുമ്പോ ആ ബോധ്യത്തോടു കൂടി വന്ന് ചുംബിക്കണം. എന്റെ നാഥന്റെ പാദപീഠമാണെന്ന് പത്രോസ് വിശ്വസിച്ച് ചുംബിച്ചതുപോലെ ഈ കുരിശിന്റെ ചുവട്ടിലേക്ക് നാം വന്ന് ചെയ്യണം. മുൾച്ചെടിയെ കണ്ടില്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യം. അവിടെയാണ് ഈ മുള്ളിനെ ശാപമായിട്ട് ഭൂമിയിലേക്ക് വർഷിച്ചതായി പറയുന്നത്. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പ്രതിഫലമായിട്ട് ഈ മണ്ണ് പ്രസവിച്ചിട്ട ശാപത്തിന്റെ പ്രതീകമാണ് മുള്ളും പറക്കാരെ. പക്ഷേ മോശയുടെ മുമ്പിൽ ഈ മുള്ളും പറക്കാരെയും ദേവാലയമായി മാറിപ്പോവുകയാണ്. ഉള്ളിൽ അഗ്നിയായിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോ ശാപമായിരുന്ന ഈ മുൾച്ചെടി യഹോവയായ ദൈവം പറയുകയാണ്, നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ചെരുപ്പുരിയറിയുക. ശാപമെന്ന് മനുഷ്യൻ ചവിട്ടി വിധിക്കുവാൻ വേണ്ടി മാത്രം വെച്ചിരുന്ന മുൾച്ചെടിയുടെ മുമ്പിൽ നിന്നിട്ട് യഹോവയായ ദൈവം അതിലാവസിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഇത് വിശുദ്ധ ദേവാലയമാണ്, ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റേതാണ്, ഇവിടെ നിനക്ക് ചെരുപ്പിട്ട് നിൽക്കാൻ അനുവാദമില്ല. മോശ ചെരുപ്പെടുത്തുകയാണ്. ശാപമെന്ന് ലോകം പരിഹസിച്ച ഈ കുരിശിന്റെ മുമ്പിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് ക്രിസ്തു ഇറങ്ങി വസിച്ചപ്പോ ശാപമായിരുന്ന കുരിശ് വിശുദ്ധമായി മാറുകയാണ്. അതുകൊണ്ട് സഭ വിശുദ്ധ സ്ത്രീമായി വിളിക്കുന്നത്. ദൈവം വസിച്ചതുകൊണ്ടാണ് ഈ കുരിശ് വിശുദ്ധമായി മാറുന്നത്. ശാപമായിരുന്നതിനെ അനുഗ്രഹമാക്കുവാൻ അവനൊന്ന് ഇറങ്ങി വസിച്ചാൽ മതി. കുടുംബങ്ങളിൽ ശാപമായി പോയി എന്ന് നാം പലപ്പോഴും പരിഹസിക്കുകയും പലപ്പോഴും വിഷമിക്കുകയും ആഗ്രഹപ്പെടുകയും ചെയ്യുമ്പോ ക്രിസ്തു ഇറങ്ങി വസിക്കുവാൻ അനുവദിച്ചാൽ മതി. ഒന്ന് ഉയർത്തി നിൽക്കുവാൻ അവരെ അനുവദിച്ചാൽ മതി. കൂടി ആത്മാർത്ഥമായിട്ട് ഒന്ന് ഇടപെട്ടാൽ മതി. നമുക്കിന്ന് വല്ലാത്ത ലഹരിയാണ് എല്ലാത്തിലും. ലഹരി തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എല്ലാ മനുഷ്യരും. മധ്യവനായ മനുഷ്യൻ പാലത്തിന്റെ മുകളിൽ കൂടി നടന്നു പോവുകയാണ്. കൂടെ ഒരു സുഹൃത്തുണ്ട്. അയാൾ സുഹൃത്തോട് പറയുകയാണ്, എന്താണ് ഈ താഴെ കാണുന്നത്? സുഹൃത്ത് പറഞ്ഞു, ചന്ദ്രനാണ്. ഇതെങ്ങനെയാണ് എത്രയും പെട്ടെന്ന് മുകളിലെത്തിയത്? ചന്ദ്രൻ ഇപ്പൊ എന്റെ താഴെയായോ? ലഹരി പിടിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ചിന്തയിലുണ്ടാകുന്ന മാറ്റത്തിലാണ്. ചന്ദ്രൻ പോലും അവരെ കാൽ കീഴിയാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ് ലഹരി പിടിച്ച മനുഷ്യൻ. അധികാരത്തിന്റെ മത്ത് പിടിച്ച പീലാത്തോസ് പറയുകയാണ്, നീ എന്റെ കീഴെയാണ്, ഞാൻ ശ്രമിച്ചാൽ നിന്നെ ഇത് രക്ഷിക്കാൻ കഴിയും. ക്രിസ്തുവിനോട് പറയുകയാണ്. സൃഷ്ടാവിനോട് പീലാത്തോസ് പറയുകയാണ്, എനിക്കിതിനെ രക്ഷിക്കാൻ കഴിയും, നീ പറ, നീ രാജാവാണോ? പണത്തിന്റെ ആദ്യമുത്തിട്ട് 30 വെള്ളിക്കാശ് കയ്യിൽ ചൂട്ടി പിടിച്ചുകൊണ്ട് യൂദാസ് പറയുകയാണ്, ഈ ക്രിസ്തു എന്റെ കീഴെയാണ്. ലഹരി മുത്തിരിക്കുകയാണ് നമുക്ക്. അധികാരത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ ആർത്തി ഒരു ലഹരിയിൽ കഴിയുകയാണ് നമ്മൾ. അവിടെയാണ് ക്രിസ്തു സ്വയം താഴെ കുപ്പിട്ടിട്ട് ഒരു ദ്വാരയെടുത്ത് അരയിൽ കിട്ടിയിട്ട് കാലുകൾ കഴുകിയിട്ട് തുടച്ചിട്ട് അവൻ ചുംബിച്ചത്. പലപ്പോഴും ശക്തനാരാണെന്ന് ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഈ ലഹരി മുത്ത് കഴിയുമ്പോഴുള്ളത്. അധികാരമോ പണമോ ഒക്കെ ആയിക്കോട്ടെ, ധനത്തിന്റെ ലഹരിയിലോ അധികാരത്തിന്റെ ലഹരിയിലോ ഒക്കെ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് ആരാണ് ശക്തനാണ്. പഴയ നിയമവും പഴയ ലോകവും നമ്മുടെ ചുറ്റുവട്ടവും നമ്മെ പറഞ്ഞിരിക്കുന്നത് മുറിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, യുദ്ധം ചെയ്യിക്കാൻ കഴിവുള്ളവൻ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചില അടിക്കടികളൊക്കെ അറിയാവുന്നതാണ്, കളികളൊക്കെ അറിയാവുന്നതാണ് ലോക പ്രപഞ്ചത്തിൽ.
കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ അറിയാവുന്നവരാണ് നമ്മളെ സംബന്ധിച്ച് ശക്തൻ. അങ്ങനെയാണെങ്കിൽ പത്രോസ് ശക്തനാകുമായിരുന്നു. ചേരവന്റെ കഴുത്തറുത്ത പത്രോസ് ശക്തനാകുമായിരുന്നു. അവൻ ശക്തനായില്ല, പരാജയപ്പെട്ടു പോയി. ക്രിസ്തു ആ മുറിഞ്ഞ ചെറിയെടുത്ത് ചേവകന്റെ കാതിലേക്ക് ചേർത്തടച്ചു കഴിഞ്ഞപ്പോ മുറിപ്പെടുത്തുന്നവരല്ല, മുറിവിനെ ഉണർത്തുന്നവരാണ് ശക്തനെന്ന് ലോകം തിരിച്ചറിഞ്ഞു. യുദ്ധവും യുദ്ധ കൊടുമ്പിരികളും ഉണ്ടാക്കി ലോകം ജയിക്കുവാൻ കഴിയുന്നവരാണ് ശക്തനെന്ന് വിചാരിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നാം വിളിച്ചപ്പോ അതിനേക്കാൾ വലിയവനാണ് മുറി ഉണക്കുവാൻ കഴിവുള്ളവനെന്ന് ലോകത്തെ പഠിപ്പിച്ചതാണ് ക്രിസ്തു. ഒറ്റ പ്രവൃത്തിയിലൂടെ അറുത്തുപോയ കാതെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചപ്പോ വലഭാഗത്തെ കള്ളൻ ഈ മണിമുഴക്കത്തെ വല്ലാതെ കേട്ടവനാണ്. അവന്റെ മുമ്പിൽ വല്ലാത്തൊരു മാറ്റം ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവൻ പ്രധാനമായിട്ട് വലിയൊരു ബോധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിന്റെ നൈമിഷത്തെ പറ്റി അവൻ ബോധ്യം ഉണ്ടാകുന്ന അവസാന നിമിഷമാണ്. നിന്നെ പോലെ മരിപ്പൻ കിടക്കുകയാണ് ക്രിസ്തു. എല്ലാം അവസാനിക്കുന്ന നിമിഷമാണിത് എന്ന് പഠിപ്പിച്ചത് ഈ കള്ളനാണ്. The predicting and temporal nature of the life. നൈമിഷികതയെ ലോകത്തെ പഠിപ്പിച്ച മനുഷ്യനാണ് ഈ കള്ളൻ. വരുവാനുള്ള രാജ്യത്തെ പറ്റി ബോധ്യമുണ്ടായിരുന്ന മനുഷ്യനാണ് ഈ കള്ളൻ. ലോകത്തോട് പറഞ്ഞു കൊടുത്തതാണ് അവൻ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യത്തിലാണ് അവൻ പറയുന്നത്, വരുവാനുള്ള രാജ്യത്തിലെ രാജാവാണ് ഇവൻ. ഇനിയൊരു ലോകം വരാനുണ്ട്, ഇനിയൊരു രാജ്യം വരാനുണ്ട് എന്ന ബോധ്യമുണ്ടായിരുന്ന മനുഷ്യനാണ്. പാപബോധമുണ്ടായിരുന്നവനാണ് ഇത്. ബോധ്യങ്ങൾ വിശാലമാവുകയാണ്. പാപത്തെ പറ്റി ബോധ്യമുണ്ടായിരുന്നവനാണ്. കൂടെ ഉണ്ടായിരുന്ന കണ്ണനോട് പറയുകയാണ്, നീ പറയുന്നത് പോലല്ല, നാം ഒക്കെ തെറ്റ് ചെയ്തിട്ടാണ് ഈ കുരിശിൽ കിടക്കുന്നത്. ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവനൊന്നും ചെയ്തിട്ടില്ല. പാപബോധത്തെ പറ്റി ബോധ്യമുണ്ടായിരുന്ന ഒരു കള്ളൻ. ഒരുപക്ഷെ ആദ്യമായിട്ട് യാഗം കഴിച്ചത് ദൈവമാണ്. വേദപുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് ആദ്യം ബലിയർപ്പിച്ചത് വലിയ അർപ്പകൻ ദൈവമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ നഗ്നനാണെന്ന് മനുഷ്യൻ പറഞ്ഞപ്പോ മൃഗത്തിന്റെ തോല് കൊണ്ട് അവൻ വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത്. ഒരു മൃഗത്തെ ബലിയർപ്പിച്ചിട്ട് അതിന്റെ തോല് കൊണ്ട് മനുഷ്യന്റെ നഗ്നതയെ മറച്ചത് യഹോവയായ ദൈവമാണ്. വീണ്ടും ഈ കുരിശിലേക്ക്, ഈ യാഗത്തിന്റെ മുമ്പിൽ നിന്റെ നഗ്നതയെ മറയ്ക്കുവാൻ വേണ്ടി, പാപത്തിന്റെ നഗ്നതയെ മറയ്ക്കുവാൻ വേണ്ടി അവൻ യാഗമാവുകയാണ്. വീണ്ടും തേജസ്സും ബഹുമാനവും നമ്മെ അണിയിക്കുവാൻ വേണ്ടി വെയിലായി കാറ്റായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മരമാണ് നാം എന്ന്. ഡാർവിൻ പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ആപ്പിളിന് എന്നും ആപ്പിളായി മാത്രം നിൽക്കാൻ കഴിയും, മനുഷ്യന് മാത്രം മനുഷ്യനാകാൻ കഴിയുന്നില്ല. ഇന്നും മനുഷ്യൻ മനുഷ്യനായിട്ടില്ല, എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞത് ഒരുപക്ഷെ സത്യമായിരിക്കാം. ഈ ദിവസം ധ്യാനിക്കുമ്പോൾ, ആ കുരിശിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു മുഴക്കം കേൾക്കുമ്പോൾ, ഒരു പ്രതിധ്വനി നാം കേൾക്കുമ്പോൾ, ഈ പ്രദക്ഷിണത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഒരു പ്രതിധ്വനി നാം കേൾക്കുവാൻ കാലം